ഒരു ഓടി വന്നു. അവിടെ ഒരു വലിയൊരു ആരവം കേട്ടപ്പോൾ ഏലി ഏലി ഭയന്നു വിറച്ചു. ഇതുപോലൊരു ആരവം ഇസ്രായേലിൽ കേട്ടിട്ടില്ല. ഇതുപോലൊരു ആരവം കേട്ടിട്ടില്ല. ഇതൊരു മരണ മൊഴിയാ കേൾക്കുന്നത്. എന്റെ മക്കളെയാണോ, ഇസ്രായേൽ ജനങ്ങളുടെ മരണത്തിന്റെ മൊഴിയാണോ എന്ന് കേട്ടിട്ടുണ്ടില്ല. ഏലി പുരോഹിത ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ദൈവത്തിന്റെ മഹത്വം കണ്ടവനായിരുന്നു. നാമത്തെ ഇവിടെ എന്താ ഒരു ദുഃഖത്തിന്റെ ആരവങ്ങൾ, ഇവിടെ എന്താ ഒരു ദുഃഖത്തിന്റെ അലയടികൾ എന്ന് ഏലി പുരോഹിതൻ നോക്കുമ്പോൾ നിന്റെ മകൻ പാട്ട് പിരഹാസം പാറയിൽ പാട്ടു. കൂടി വാരിയിട്ടു. അവന്റെ വിഷമം പെട്ടകം പിടിക്കപ്പെട്ടു. ഇസ്രായേലിന് നീങ്ങിപ്പോകും. ഈ ഇസ്രായേലിന് ഈ പെട്ടകമുള്ളത്ര കാലം ഒരു ശത്രുവും ആടുകത്തില്ല. നിന്റെ വീട്ടിൽ ഗ്ലോറി ഉണ്ടായി, നിന്റെ വീട്ടിൽ മഹത്വം ഉണ്ടാക്കി, നിന്റെ വീട്ടിൽ നിന്റെ വീട്ടിൽ രോഗം ഉണ്ടാകില്ല. നിന്റെ വീട്ടിൽ ഒരു ശത്രുവും ഒരു ആഭിചാര കർമ്മവും ഉണ്ടാകട്ടെ. ഒരു ദുർമന്ത്രവാദത്തിനും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. യേശുവിന്റെ നാമത്തിൽ അതെനിക്കറിയാം. അവിടുത്തെ പുരോഹിതനായ എനിക്കറിയാം. ഇസ്രായേലിന് നന്മയല്ലാതെ ദൈവം ചെയ്തിട്ടില്ല. ഇസ്രായേലിൽ വിളിച്ചു കൊണ്ടുവന്ന ഇസ്രായേലിന് ചെങ്കടൽ പിളർത്തിക്കൊണ്ടുവന്നു, യോർദാനെ പിരിച്ചുകൊണ്ടുവന്നു. ഈ ഇസ്രായേലിന് ദൈവം നന്മയല്ലാതെ അവന്റെ കൂടെ യഹോവയുണ്ടായിരുന്നു. അവരുടെ കൂടെ യഹോവയുണ്ടായിരുന്നു. അവരുടെ കൂടെ യഹോവയുണ്ടായിരുന്നു. അവരുടെ തലമുറകൾ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് മാറിയപ്പോൾ പിടിക്കാൻ വരുന്ന ശത്രു പിടിക്കുന്നത് എന്താണെന്നറിയോ? അവന്റെ പെട്ടകം മാത്രമല്ല, അത് മഹത്വം കൊണ്ടുപോയി. Hallelujah, 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 hallelujah. ആദത്തിനെ ദൈവം മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത് സകല അവയവങ്ങളും വെച്ച് പിടിപ്പിച്ചു. തന്റെ വായിൽ നിന്ന് ജീവശ്വാസം ഒരു മനുഷ്യൻ ദേഹമുള്ളവനായി എണീറ്റ് നിന്നു. അവന് കൂട്ടില്ല എന്ന് അവൻ പറഞ്ഞില്ല. ഒരിക്കലും ആദാം പറഞ്ഞത് എനിക്ക് കൂട്ടില്ല. സകലത്തിന് ഇണകളുണ്ടായിരുന്നു. സകല മൃഗങ്ങൾക്ക് ഇഴജാതികൾക്കും ഇണയുണ്ടായിരുന്നു. ശിവന് ഇണയില്ലായിരുന്നു. ശിവന് മനസ്സിൽ ഒരു മനപ്രയാസം കണ്ടപ്പോൾ യഹോവ ഇറങ്ങി നമ്മുടെ ഉള്ളിൽ നിരൂപിക്കുന്നതാണ്. നിന്റെ ഉള്ളിൽ ചിന്തിക്കുന്നത് ദൈവം ആ സമയത്ത് മനസ്സിലാക്കും, മറുപടി അയക്കും. നിന്റെ മേലിൽ വാഗ്ദത്തം കിടപ്പുണ്ടെങ്കിൽ ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. നീ മനപ്രയാസപ്പെടേണ്ട കാര്യമില്ല. നീ ഒന്നിനു വേണ്ടി തേടി പോകേണ്ട കാര്യം നിന്നെ തേടി വരും. നീ തേടി പോകണം. നിന്നെ തേടി വരുന്ന ഒരു ദൈവീക കൃപകൾ ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ പകരട്ടെ. അനാഥ ഹവ്വയെ സൃഷ്ടിച്ചു. ഹവ്വയെ പാപം ചെയ്തു. മരത്തിൽ ഇടയിൽ ഒളിച്ചിരുന്നു. പിശാച് പറഞ്ഞു അവരുടെ ഇറങ്ങി വരട്ടെ, അവരെ നമുക്ക് ദൈവം ഉണ്ടാക്കിയതാണല്ലോ. ഇവരുടെ ലക്ഷ്യം ദൈവത്തെ നാണിപ്പിക്കാനുള്ളത്. പിശാചിന് ഒരിക്കലും ആദാമും ഹവ്വായും അല്ല ടാർഗറ്റ്. ദേവനായ
വെട്ടേറ്റ് വീണ് അന്ന് മുതൽ ഇവരെ തോപ്പിക്കാൻ നടക്കുക. ആ ദൈവത്തെ തോപ്പിക്കാൻ നടക്കുക. ഇപ്പോൾ അവരെ നാണിപ്പിക്കും, അവർ നഗ്നതയോടെ പുറത്തു വരും എന്ന് പറഞ്ഞപ്പോ ഹല്ലേലൂയ അവിടെ ഒരു യാഗം നടന്നു. ഏദനിൽ ഒരു യാഗം നടന്നു. ഒരു കുഞ്ഞാടിനെ അറുത്ത് അവർക്ക് ഉടുപ്പുണ്ടാക്കി കൊടുത്തു. ഹല്ലേലൂയ. അന്ന് വരെ തേജസ്സുള്ളവൻ, ഹല്ലേലൂയ, അന്ന് വരെ മരിക്കുന്നതിന് മുമ്പ് തേജസ് ഉടുത്തവൻ, തേജസ്സിന്റെ തേജസ് ഉടുത്ത് നടന്ന ആദാമും ഹവ്വായും ഇന്ന് തേജസ് ഇല്ലാത്തവരായി തിരിച്ചു വരാൻ പോവുകയാണ്. നിന്റെ മേലൊരു മഹത്വം ഇറങ്ങിയ നീ അത് കാത്തു സൂക്ഷിക്കാൻ നീ പഠിക്കണം. ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ നിന്ന് മഹത്വം ഇറങ്ങിപ്പോയാൽ തിരിച്ചു കയറി വരികയില്ല. പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുകയും നീ ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഞാൻ ജപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് നിന്റെ വീട്ടിൽ കയറി വരും. പക്ഷെ മഹത്വം നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഒരു കാലത്തും അത് ഗ്ലോറിയ. നമ്മളെപ്പോഴും അർത്ഥശൂന്യമായി നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഗ്ലോറി. എന്താണ് ദൈവത്തിന്റെ മഹത്വം? ദൈവത്തിന്റെ മഹത്വം എന്താണ്? ആ പെട്ടകത്തിന്റെ 2 അടി നീളം, 2 അടി പൊക്കത്തിൽ, 4 അടി വീതിയിൽ നിൽക്കുന്ന അതിന്റെ പുറത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശക്തി, ഹല്ലേലൂയ. മറിയോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഹല്ലേലൂയ, എന്റെ കൃപ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഈ നിഴൽ എന്താ പറ? ഇത് മഹത്വമാണ്. കർത്താവ് നിൽക്കുമ്പോ അവന്റെ മഹത്വവും കൂടെയുണ്ട്. നിന്റെ വീട്ടിൽ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, അത് ആ മഹത്വമുണ്ടെങ്കിൽ, കർത്താവ് ആ സ്പോട്ടിൽ ദൈവമുണ്ട്. അതാ പറഞ്ഞ മഹത്വത്തെ ഇറക്കി വിടരുത്, ദൈവമാണ്. In the name of Jesus Christ, Almighty Jesus. Hallelujah, 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 hallelujah. യേശുവിന്റെ അത് ആദാമിന്റെ കാലത്ത് ഇറങ്ങി വന്ന തേജസ് നഷ്ടപ്പെട്ടവരായി തിരിച്ചു വന്ന ശത്രു നോക്കി നിന്റെ മേലിലുള്ള അഭിഷേകം നഷ്ടപ്പെട്ട, നിന്നെ നോക്കി ചിരിക്കുന്ന, നിന്നെ അധപതിക്കുന്ന, നിന്റെ കുടുംബത്തെ ഉന്മൂല നാശം ചെയ്യുന്ന ദുഷ്ട പിശാച് നോക്കി നിൽക്കുക. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നിന്റെ മേലുള്ള അഭിഷേകം നീ കാത്തു സൂക്ഷിച്ചു. ദൈവം നിന്നെ പരിപാലിക്കും. ഏത് രോഗക്കടകയിലും നിന്റെ കൂടെ നിന്റെ ദൂതന്മാരെ നിർത്താം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇറങ്ങി വന്നവനെ, ആദാമിനെ ഹവ്വായെ അവൻ ആടിനെ, കുഞ്ഞാടിനെ, ബൈബിളാണ് കേട്ടോ, മലയാളത്തിൽ, കൊന്നിട്ട് അവന് ഉടയാടകൾ ധരിക്കും. ആദത്തിനെ ഹവ്വായെ ഇറക്കി വിട്ടു. അതിന്റെ മഹത്വം എന്നേക്കുമായി. ആ മഹത്വം നമുക്കിന്ന് തിരിച്ചു കർത്താവായ യേശു അവരുടെ മഹത്വം നമ്മളിലേക്ക് പകർന്നു തരിക. യേശുവിന്റെ നാമത്തിൽ ഏഴ് പുരോഹിതൻ, ഹല്ലേലൂയ, എന്റെ മകൻ മരിച്ചതൊരു വിഷയമാണ്. അനിയനും ചേട്ടനും മരിച്ച വിഷയം. പക്ഷെങ്കിൽ മനസ്സിലായി പിടിക്കപ്പെടാൻ പോവുകയാണ്. ഇന്നു വരെ സകല പ്രവാചകന്മാരും, സകല പുരോഹിതന്മാരും, സകല ന്യായാധിപന്മാരും കാത്തു സൂക്ഷിച്ച ഈ പെട്ടകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. യുദ്ധം യഹോവയ്ക്കുള്ളത്. നീ ആരുടെ മുമ്പിൽ യുദ്ധം ചെയ്താലും ആ യുദ്ധത്തിന് മുമ്പ് പെട്ടകം കൊണ്ട് മുമ്പിൽ കൊണ്ടുവെക്കും. അതിൽ നിന്നൊരു ആരവ ധ്വനി ഉയരും, ഒരു പ്രകമ്പനമുണ്ടാകും, ഒരു ശബ്ദമുണ്ടാകും. വെരിവെള്ളത്തിന്റെ ഈരച്ചിൽ പോലെ ഒരു ശബ്ദം പുറപ്പെട്ടു വരുമ്പോ ശത്രു പാളയത്തിൽ തമ്മിൽ വെട്ടിമരിക്കും. ആ പെട്ടകം പിടിക്കപ്പെട്ടു പോയാൽ ഇസ്രായേലിന്റെ നാശമാണ്. ആ നാശമാണ് ഏലി പുരോഹിതൻ.
നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരും ഈ കറുത്ത വൈൻ ഈ പുസ്തകം കയ്യിലേൽപ്പിച്ച് നിന്റെ കൊടുത്താൽ ദൂരദേശങ്ങൾ വിദേശ രാജ്യങ്ങൾ അവരൊരു പേരായിട്ട് തീരും. അവരെ ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ തലമുറകളൊക്കെ വലിയ 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 വിദ്യാസമ്പന്നരും വലിയ വലിയ ജോലിക്കാരുമായി തീരും. ദൈവത്തിന്റെ വലിയ ശുശ്രൂഷകന്മാരായി തീരും. നീ ഇതെടുത്തില്ലെങ്കിൽ ദൈവം പകരം ആലോചിക്കും ആരെ തെരഞ്ഞെടുക്കേണ്ടത്. നിന്നെ മാത്രം ശ്രദ്ധിച്ചല്ല ദൈവം വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ, വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവന്റെ വയലിലെ വേലയ്ക്ക് വിളിക്കപ്പെടുവാൻ വേണ്ടി നിന്നെ മാത്രം ഉന്നംപ്പെടുത്തി ഞാൻ നടക്കുകയല്ല. നിനക്ക് പറ്റത്തില്ലെങ്കിൽ വേറെ ഒരാളെ ഞാൻ പ്രമോട്ട് ചെയ്യും, വേറെ ഒരാളെ ഞാൻ തെരഞ്ഞെടുക്കും. നമുക്കിങ്ങനെ സാരമില്ല 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 എന്നൊക്കെ നമ്മൾ ആലോചിക്കും. കർത്താവ് സാരമില്ലെന്ന് വെട്ടത്തില്ല. കർത്താവിന്റെ പ്രൊമോട്ട് ചെയ്യും. കർത്താവിന് മുഖപക്ഷമില്ല. കർത്താവിന് മുഖപക്ഷമില്ലെന്ന് ചെകിടനെ കുരുടനെ കുഷ്ഠരോഗികളെ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കൂടെ. ദൈവത്തിന് മുഖപക്ഷമില്ല. നിന്നെ തന്നെ പ്രമോട്ട് ചെയ്യണമെന്ന് അത്ര താല്പര്യവുമില്ല. ഞാൻ കൃപ തോന്നുന്നവന് ഞാൻ കൃപ കൊടുക്കും. കരുണ കൊടുക്കേണ്ടവന് വേണ്ടി ഞാൻ കരുണ കൊടുക്കും. യേശുവിന്റെ നാമത്തിൽ. അതാണ് എന്റെ ദൈവം. ഒരിക്കലും ആ പറുദീസ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പറുദീസയാണ്. എരിയുന്ന വാളുമായി ഗുരുവുകളെ നിർത്തി ഇനി മനുഷ്യനായിട്ടെടുത്തു. ആ സമയങ്ങളിൽ കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ അപ്പുറം വരെ ഒരുത്തരും ആ പറുദീസയിൽ പ്രവേശനമില്ല. കേറുന്നവരെ വാളുകൊണ്ട് തിരിയുന്ന വാളായിട്ട് നിൽക്കുന്ന കെരൂബുകളെ ദൈവം നിർത്തി. നിന്റെ പാപം കാരണം നിന്നോട് പറഞ്ഞത് നീ ചെയ്യാഞ്ഞത് കൊണ്ട് ഇനി മേലിൽ നിനക്ക് ഭൂമി നിനക്ക് വിളവ് തരത്തില്ല. ആമിനോട് പറഞ്ഞു നീ ഉരസുകൊണ്ട് ഗമിക്കും. നീ എന്റെ സന്തതിയുടെ മേൽ നീ കുതികാലെ ചവിട്ടും. അവൻ നിന്റെ തലയെ തകർക്കും. അവയോട് പറഞ്ഞു നീ പ്രസവ വേദനയോടുകൂടി മക്കളെ എന്തുകൊണ്ടാണ് നിന്നെ ഞാൻ ഉടുപ്പിച്ച വസ്ത്രം പോലല്ലായിരുന്നു. തേജസ്സിലിരുന്നവന് മരണമില്ലായിരുന്നു. തേജസ്സിലിരുന്നവന് രോഗമില്ലായിരുന്നു. തേജസ്സിലിരുന്നവന് പട്ടിണിയില്ലായിരുന്നു. തേജസ്സിലിരുന്നവന് കടഭാരമില്ലായിരുന്നു. നിന്റെ കേറി വന്ന് നിന്റെ തേജസ് പോയത് കൊണ്ട് അന്നുള്ള 2 വയസ്സ് പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും പറഞ്ഞു നൈൽ നദി വലിച്ചെറിഞ്ഞേക്കാം. നൈൽ നദി വലിച്ചെറിഞ്ഞു. ഒറ്റ ഇനി വരണ്ട. ജനറേഷൻ കൂടുക. ഇസ്രായേലിന്റെ ജനറേഷൻ കൂടിക്കഴിഞ്ഞാൽ, അല്ല ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അവർ കാരണം പിടിച്ചെടുക്കും. ഇതാണ് ഫറവോന്റെ ചിന്ത. ചോദിച്ചാൽ ഇസ്രായേൽ ഇഷ്ടം പോലെ ഉള്ളവരാണ്. അപ്പോ ഇനിയുള്ളത് സ്റ്റോപ്പ് ചെയ്തേക്കാൻ. ഇനി ഉള്ളതെല്ലാം സ്റ്റോപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഇനി അവർ നമ്മളെ ഭരിക്കും. മനസ്സിലായോ? ഇസ്രായേലിനെ ഭരിക്കാൻ പോവാന്മാര്. ഇവന്മാർ ആരാണെന്നും ഫറവോൻ അറിയാൻ വ്യക്തമായിട്ട്. ഇവന്റെ ജനറ്റിക് ഏതാണെന്ന് അറിയാം. ദൈവത്തിന്റെ മക്കളാ. ഇവനെയൊക്കെ തോപ്പിക്കാനൊന്നും പറ്റത്തില്ല. പിടിച്ചിടാനേ പറ്റത്തുള്ളൂ. ഇന്നോ ഇന്നലെയോ 10 ദിവസമോ ഒക്കെ രോഗക്കടത്തെ കിടത്തിയാലേ വിശാൽ നിന്നെ കിടത്തിയെന്ന് വരും. പക്ഷെങ്കില് നിന്നെ സൃഷ്ടിച്ച കൂട്ടയവനറിയാം നിന്നെ പോക്കുമെന്ന്. നിന്റെ അടുത്ത് ദൂതനെ വിട്ട് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. മോശേ ഇത്രയും പിള്ളേരും ശവങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിനക്കൊരു
നിന്റെ മേലിൽ കിടക്കുന്ന വാഗ്ദത്തം, നിന്റെ മേലിൽ കിടക്കുന്ന വാഗ്ദത്തം എന്താണ്? നിന്റെ മേലിൽ കിടക്കുന്ന നിന്റെ അമ്മയുടെ ഉദരത്തിന് മുമ്പേ, ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ സൃഷ്ടിച്ചത് നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. വാഗ്ദത്തം സാധാരണ വാഗ്ദത്തമല്ല, ഒരു രാജ്യത്തെ വിടുവിക്കുന്ന വാഗ്ദത്തം, ഒരു കുടുംബത്തെ വിടുവിക്കുന്ന വാഗ്ദത്തമല്ല, ഒരു രാജ്യത്തെ വിടുവിക്കുന്ന വാഗ്ദത്തമാണ് നിന്റെ മേലിൽ കിടക്കുന്നത്. അതുകൊണ്ട് മോശെ നിന്നെ ന്യായത്തിൽ മുക്കിക്കളയാനല്ല, കൊല്ലണമെന്ന് രണ്ട് കിങ്കരന്മാരെ വിട്ടാൽ മതി. മോശയുടെ വീട്ടിലേക്ക് അവന്റെ കഴുത്തറന്ന് കൊല്ലുകളെ, അല്ലെങ്കിൽ നൈലിൽ വലിച്ചെറിയും. വാഗ്ദത്തമുള്ളവനെ ഒരു നൈലും മുക്കത്തില്ലെന്ന്, വാഗ്ദത്തമുള്ളവന്റെ മേളിൽ ഒരു നൈലും നിന്നെ മുക്കത്തില്ലെന്ന് നീ മുങ്ങിപ്പോ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ മേലിൽ കിടക്കുന്ന വലിയ അനോട്ടിങ്ങാണ്, ഒരു അഭിഷേകമാണ് നിന്റെ മേലിൽ കിടക്കുന്നത്. ചെല്ലണ്ടടക്കും മോശത്തിൽ വാക്ക് പറഞ്ഞ സ്ഥലത്ത് ചെല്ലണ്ടടത്ത ആ സ്ഥലത്ത് തന്നെയിരുന്നു. ആ സ്ഥലത്ത് എന്നപ്പോൾ ഫറവോന്റെ പുത്രി കുളിക്കാൻ വന്നിരിക്കുന്നു. ദാസിമാരോട് വന്ന് പിടിച്ചെടുത്തു. ഒരു ചെറിയൊരു വാഗ്ദത്തമാണോ എന്നൊരു സംശയം ആ കുട്ടിക്ക് ഇവരെ ഒരു വാഗ്ദത്തം ഉള്ളവരായോണ്ട് എങ്ങനെ കയറി വരും. തുറന്നു നോക്കുമ്പോ നല്ലൊരു പൈതൽ അവരെ കൊണ്ടുപോയി ആഹാരത്തിൽ കൊണ്ടുവന്നു. പുത്രി പറയുന്നത് ഇപ്പം തിരുമോട് എന്തെങ്കിലും പറഞ്ഞ സമ്മതിക്കായിരുന്നു. എന്റെ പുത്രി പറവോന് ഇവിടെ പറയുന്നതിന്റെ അപ്പുറം ഇല്ല. എബ്രായനാണേലും കുഴപ്പമില്ല, ഇസ്രായേലിനാണേലും കുഴപ്പമില്ല. വളരെ വലുതാണ്, യൗവനപ്രായപ്പോ നിന്റെ മേലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നിന്റെ മേലൊരു വിളിയുണ്ടെങ്കിൽ നിനക്കറിയാൻ പറ്റും നിന്റെ വിളി ഏതാണ്. നിന്റെ വിളി ഏതാണെന്ന് നിനക്കറിയാൻ പറ്റും. നീ എന്നും മിസ്രൈമിന്റെ രാജസ്ഥാനം മുറിച്ച് കിടക്കേണ്ടവനല്ല, ഒരു ജനതയെ വിടുവിക്കേണ്ടവനാ. അതുകൊണ്ട് അവൻ രണ്ട് മിസ്രൈമിൽ തമ്മിൽ അടിപിടിക്കുമ്പോൾ രണ്ടെണ്ണത്തെ അടിച്ച് കുഴിയിട്ടു. ഒറ്റ അടി അടിച്ച കുഴി തന്നെ ഉണ്ടാക്കി അതിന്റെ മൂടിക്കളഞ്ഞു. അങ്ങനെ നമുക്കറിയാമല്ലോ, ഇസ്രായേലും പിന്നെ ഇവര് തമ്മിൽ അടിച്ചപ്പോൾ ഇസ്രായേൽ ചെന്ന് ഫറവോന് മനസ്സിലായി. ഇസ്രായേൽ വിട്ട് ഓടി മരുഭൂമിയിലൂടെ തന്റെ ഇത്രോ എന്ന് പറയുന്ന പുരോഹിതന്റെ വീട്ടിൽ അവന് 20-40 വർഷം, ഇവിടെ 40 വർഷം, 120 വർഷമാണ് മോശയുടെ ആയുസ് പറയുന്നത്. ഇസ്രായേലിന്റെ വീട്ടിൽ 40 വർഷം, മരുഭൂമി 40 വർഷം ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ പലപ്പോഴും ഓടിക്കളയുവാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും അവൻ ബന്ധപ്പെട്ട് മരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ മരുഭൂമി യാത്ര താങ്ങാനുള്ളതല്ല. നിന്റെ ജീവിതത്തിൽ ഒരു മരുഭൂമിയുടെ യാത്രയിലാണോ? ആ യാത്ര നിനക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, നിന്റെ മരണത്തിലേക്ക് നയിക്കാൻ തുടങ്ങുന്നുണ്ടോ? ആ നിമിഷം നിന്റെ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. മരണത്തിന്റെ മരണധ്വനികൾ നിന്റെ മുമ്പിൽ ജ്വലിക്കുമ്പോ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരും. അത് തീയിലൂടെ മരുഭൂമി തീയിൽ ദൂതൻ കത്താൻ തുടങ്ങി. സഹിക്കാൻ വല്ലാതെ വരുന്ന സമയം ഈ ജീവിതത്തിൽ, ഈ മരുഭൂമി ജീവിതത്തിൽ ഒരടി പോലും മുമ്പോട്ട് വെക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിൽ നീ ആശ്രയിച്ചോ. ആ
മോശേ പഴിച്ചു കളയണം. എന്താ പറയൂ? 80 വർഷം നീ സഞ്ചരിച്ച നിന്റെ സ്വഭാവം അഴിച്ചു വെക്കണം. പെട്ടെന്ന് വരുന്ന നിന്റെ ദേഷ്യം കലിഭാവമൊക്കെ ഇവിടെ അഴിച്ചു വെച്ചാലേ നിന്നെ പ്രമോട്ട് ചെയ്യത്തുള്ളൂ. ഇസ്രായേലിനെ അടിച്ചു കൊന്നത് ഞാൻ കണ്ടില്ലെന്ന് നീ ധരിക്കരുത്. ഇസ്രായേലിന്റെ മേൽ നിന്റെ വാക്ചാതുര്യം ആയോധന വിദ്യ കലകൾ കൊണ്ടായിരുന്നെന്നാണ് 40-80 വർഷത്തിന് മുമ്പ് ഈ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാക്ചാതുര്യം സംസാരിക്കുന്നവർ ആയോധന വിദ്യ സകല സൽപൂർണനായിരുന്നു. അതൊക്കെ ഇനി ഇവിടെ വേണ്ട. ഇനി വെറുപ്പുറപ്പുള്ള ഒരു ജാതിയുടെ അടുത്തോട്ടാണ് നിന്നെ വിടുന്നത്. ഇസ്രായേലിന് അത്ര വെറുവെറുപ്പില്ല. നമ്മളെ പുറത്ത് കിടന്നാൽ അത്ര വെറുവെറുപ്പില്ല. അകത്ത വെറുവെറുപ്പ്. പുറത്ത് കിടന്നാൽ ഒരു വെറുവെറുപ്പില്ല. എന്റെ മകൻ മരിച്ചു, എന്റെ ഇളയ മകന് മരിച്ചു. ഒരു ബെന്യാമീനായ ഒരു ഓടി വന്നു. അവിടെ ഒരു വലിയൊരു ആരവം കേട്ടപ്പോ ഏലി ഏലി ഭയന്നു വിറച്ചു. ഇതുപോലൊരു ആരവം ഇസ്രായേലിൽ ഞാൻ കേട്ടിട്ടില്ല. ഇതുപോലൊരു ആരവം കേട്ടിട്ടില്ല. ഇതൊരു മരണ മൊഴിയാ കേൾക്കുന്നത്. എന്റെ മക്കളെയാണോ ഇസ്രായേൽ ജനങ്ങളുടെ മരണത്തിന്റെ മൊഴിയാണോ എന്ന് കേട്ടിട്ടുണ്ടില്ല. ഏലി പുരോഹിത ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ദൈവത്തിന്റെ മഹത്വം കണ്ടവനായിരുന്നു. നാമത്തെ ഇവിടെ എന്താ ഒരു ദുഃഖത്തിന്റെ ആരവങ്ങൾ, ഇവിടെ എന്താ ഒരു ദുഃഖത്തിന്റെ അലയടികൾ എന്ന് ഏലി പുരോഹിതൻ നോക്കുമ്പോൾ ഒരു നിന്റെ മകൻ വിരഹാസം പാറയിൽ പാട്ടു. കൂടി വാരിയിട്ടു. അവന്റെ വിഷമം മക്കളുടെ പിടിക്കപ്പെട്ടു. ഇസ്രായേലിൽ നിന്ന് നീങ്ങിപ്പോകും. ഈ ഇസ്രായേലിന് ഈ പെട്ടകമുള്ളത്ര കാലം ഒരു ശത്രുവും ആരംഭത്തില്ല. നിന്റെ വീട്ടിൽ ഗ്ലോറി ഉണ്ടായി, നിന്റെ വീട്ടിൽ മഹത്വം ഉണ്ടാക്കി, നിന്റെ വീട്ടിൽ നിന്റെ വീട്ടിൽ രോഗം ഉണ്ടാകില്ല. നിന്റെ വീട്ടിൽ ഒരു ശത്രുവും ഒരു ആഭിചാര കർമ്മം ഉണ്ടാകും. ഒരു മന്ത്രവാദത്തിനും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. യേശുവിന്റെ നാമത്തിൽ എനിക്കറിയാം. അവിടുത്തെ പുരോഹിതനായ എനിക്കറിയാം. ഇസ്രായേലിന് നന്മയല്ലാതെ ദൈവം ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിൽ വിളിച്ചുകൊണ്ടുവന്ന ഇസ്രായേലിന് ചെങ്കടൽ പുലർത്തിക്കൊണ്ടുവന്ന യോർദാനെ തിരിച്ചുകൊണ്ടുവന്ന ഈ ഇസ്രായേലിന് ദൈവം നന്മയല്ലാതെ അവന്റെ കൂടെ യഹോവയുണ്ടായിരുന്നു. അവരുടെ കൂടെ യഹോവയുണ്ടായിരുന്നു. അവരുടെ കൂടെ യഹോവയുണ്ടായിരുന്നു. അവരുടെ തലമുറകൾ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് മാറിയപ്പോൾ പിടിക്കാൻ വരുന്ന ശത്രു പിടിക്കുന്നത് എന്താണെന്നറിയോ? അവന്റെ പെട്ടകം മാത്രമല്ല, അത് മഹത്വം കൊണ്ടുപോയി. Hallelujah, 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 hallelujah. ആദത്തിനെ ദൈവം മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത് സകല അവയവങ്ങളും വെച്ച് പിടിപ്പിച്ചു. തന്റെ വായിൽ നിന്ന് ജീവശ്വാസം ഒരു മനുഷ്യൻ ദേഹമുള്ളവനായി എണീറ്റ് അവന് കൂട്ടില്ല എന്ന് അവൻ പറഞ്ഞില്ല. ഒരിക്കലും മാതാ പറഞ്ഞത് എനിക്ക് കൂട്ടില്ല. സകലത്തിന് ഇഴകളുണ്ടായിരുന്നു. സകല മൃഗങ്ങൾക്ക് ഇഴജാതികൾക്കും
തേടി പോകേണ്ട കാര്യം നിന്നെ തേടി വരും. നീ തേടി പോകണം. നിന്നെ തേടി വരുന്ന ഒരു ദൈവീക ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ പകരട്ടെ. അനാഥ ഹവ്വയെ സൃഷ്ടിച്ചു. ഹവ്വയെ പാപം ചെയ്തു മരത്തിന്റെ ഇടയിൽ ഒളിച്ചിരുന്നു. പിശാച് പറഞ്ഞു അവരുടെ ഇറങ്ങി വരട്ടെ, അവരെ നമുക്ക് ദൈവം ഉണ്ടാക്കിയതാണല്ലോ. ഇവരുടെ ലക്ഷ്യം ദൈവത്തെ നാണിപ്പിക്കുകയാണ്. പിശാചിന് ഒരിക്കലും ആദാമും ഹവ്വായും അല്ല ടാർഗറ്റ്. ദേവനായ വെട്ടേറ്റ് വീണ് അന്ന് മുതൽ ഇവരെ തോപ്പിക്കാൻ നടക്കുക, ദൈവത്തെ തോപ്പിക്കാൻ നടക്കുക. ഇപ്പോൾ അവരെ നാണിപ്പിക്കും, അവർ നഗ്നതയോടെ പുറത്തു വരും എന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു യാഗം നടന്നു. ഏതെങ്കിലും ഒരു യാഗം നടന്നു. ഒരു കുഞ്ഞാടിനെ അറത്ത് അവർക്ക് ഉടുപ്പുണ്ടാക്കി കൊടുത്തു. അന്ന് വരെ തേജസ്സുള്ളവൻ, അന്ന് വരെ മരിക്കുന്നതിന് മുമ്പ് തേജസ് ഉടുത്തവൻ, തേജസ്സിന്റെ തേജസ് ഉടുത്ത് നടന്ന ആദാമും ഹവ്വയും ഇന്ന് തേജസ് ഇല്ലാത്തവനായി തിരിച്ചു വരാൻ പോവുകയാണ്. നിന്റെ മേലൊരു മഹത്വം ഇറങ്ങിയ നീ അത് കാത്തു സൂക്ഷിക്കാൻ നീ പഠിക്കണം. നിന്റെ വീട്ടിൽ നിന്ന് മഹത്വം ഇറങ്ങിപ്പോയാൽ തിരിച്ചു കയറി വരികയില്ല. പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുകയെ നീ ചെയ്യത്തില്ല. ഞാൻ ജപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് നിന്റെ വീട്ടിൽ കയറി വരും. മഹത്വം നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഒരു കാലത്തും അത് ഗ്ലോറിയ. നമ്മളെപ്പോഴും അർത്ഥശൂന്യമായി നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഗ്ലോറി. എന്താണ് ദൈവത്തിന്റെ മഹത്വം? ദൈവത്തിന്റെ മഹത്വം എന്താണ്? ആ പെട്ടകത്തിന്റെ 2 അടി നീളം, 2 അടി പൊക്കത്തിൽ, 4 അടി വീതിയിൽ നിൽക്കുന്ന, അതിന്റെ പുറത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ശക്തി. മറിയോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ കൃപ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഈ നിഴൽ എന്താ പറ? ഇത് മഹത്വമാണ്. കർത്താവ് നിൽക്കുമ്പോ അവന്റെ മഹത്വവും കൂടെയുണ്ട്. നിന്റെ വീട്ടിൽ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, അത് ആ മഹത്വമുണ്ടെങ്കിൽ, കർത്താവ് ആ സ്പോട്ടിൽ ദൈവമുണ്ട്. അതാ പറഞ്ഞു, മഹത്വത്തെ ഇറക്കി വിടരുത്, ദൈവമാണ്. In the name of Jesus Christ, Almighty Jesus. Hallelujah, 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 hallelujah. യേശുവിന്റെ അത് ആദാമിന്റെ ഇറങ്ങി വന്നപ്പോൾ തേജസ് നഷ്ടപ്പെട്ടവരായി തിരിച്ചു വന്നപ്പോൾ ശത്രു നോക്കി നിന്റെ മേലിലുള്ള അഭിഷേകം നഷ്ടപ്പെട്ടാൽ നിന്നെ നോക്കി ചിരിക്കുന്ന, നിന്നെ അധപതിക്കുന്ന, നിന്റെ കുടുംബത്തെ ഉന്മൂല നാശം ചെയ്യുന്ന ദുഷ്ട പിശാച് നോക്കി നിൽക്കുക. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നിന്റെ മേലുള്ള അഭിഷേകം നീ കാത്തു സൂക്ഷിച്ചു. ദൈവത്തിന്റെ പരിപാലിക്കും. ഏത് രോഗക്കടകയിലും നിന്റെ കൂടെ അവൻ നിന്റെ ദൂതന്മാരെ നിർത്താം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇറങ്ങി വന്നവനെ, ആദാമിനെ ഹവ്വായെ അവൻ ആടിനെ കുഞ്ഞാടിനെ ബൈബിളാണ് മലയാളത്തിൽ ഒന്നിട്ട് അവന് ഉടയാടകൾ ധരിപ്പിച്ചു. ആദത്തിന് ഹവ്വായെ നിന്റെ മഹത്വം എന്നേക്കുമായി. The name of Jesus. ആ മഹത്വം നമുക്കിന്ന് തിരിച്ച് കർത്താവായ യേശു അവരുടെ മഹത്വം നമുക്ക് പകർന്നു തരിക. യേശുവിന്റെ നാമത്തിൽ ഏഴ് പുരോഹിതൻ എന്റെ മകൻ മരിച്ചൊരു വിഷയം.
അനിയനും ചേട്ടനും മരിച്ച വിഷയം മനസ്സിലായി പിടിക്കപ്പെടാൻ പോവുകയാണ്. ഇന്നു വരെ സകല പ്രവാചകന്മാരും സകല പുരോഹിതന്മാരും സകല ന്യായാധിപന്മാരും ആർത്തി സൂക്ഷിച്ചു. ഈ പെട്ടകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. യുദ്ധം യഹോവയ്ക്കുള്ളത്. നീ ആരുടെ മുമ്പിൽ യുദ്ധം ചെയ്താലും ആ യുദ്ധത്തിന് മുമ്പ് പെട്ടകം കൊണ്ട് മുമ്പിൽ കൊണ്ടുവരും. അതിൽ നിന്നൊരു ആരവധ്വനിയോ ഒരു പ്രകമ്പനമുണ്ടാകും, ഒരു ശബ്ദമുണ്ടാകും. വെരിവെള്ളത്തിന്റെ ഈരച്ചിൽ പോലെ ഒരു ശബ്ദം പുറപ്പെട്ടു വരുമ്പോ ശത്രു പാളയത്തിൽ തമ്മിൽ വെട്ടിമരിക്കും. ആ പെട്ടകം പിടിക്കപ്പെട്ടു പോയാൽ ഇസ്രായേലിന്റെ നാശമാണ്. ആ നാശമാണ് ഏലി പുരോഹിതൻ ആസനത്തിൽ നിന്ന് അഴുത്തൊടിഞ്ഞ് മരിക്കപ്പെട്ടു. സഹോദരി സഹോദരന്മാർ, ഇവിടെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരും ഈ കറുത്ത വൈന് ഈ പുസ്തകം കയ്യിലേൽപ്പിച്ച് നിന്റെ കൊടുത്താൽ ദൂരദേശങ്ങൾ വിദേശ രാജ്യങ്ങൾ അവരൊരു പേരായിട്ട് തീരും. അവരെ ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ തലമുറകളൊക്കെ വലിയ 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 വിദ്യാസമ്പന്നരും വലിയ വലിയ ജോലിക്കാരുമായി തീരും. ദൈവത്തിന്റെ വലിയ ശുശ്രൂഷകന്മാരായി തീരും. നീ നടത്തില്ലെങ്കിൽ ദൈവം പകരം ആലോചിക്കും ആരെ തെരഞ്ഞെടുക്കേണ്ടത്. നിന്നെ മാത്രം ശ്രദ്ധിച്ചല്ല ദൈവം വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ വയലിലെ വേലയ്ക്ക് വിളിക്കപ്പെടുവാൻ വേണ്ടി നിന്നെ മാത്രം ഉന്നപ്പെടുത്തി ഞാൻ നടക്കുകയല്ല. നിനക്ക് പറ്റത്തില്ലെങ്കിൽ വേറെ ഒരാളെ ഞാൻ പ്രമോട്ട് ചെയ്യും, വേറെ ഒരാളെ ഞാൻ തെരഞ്ഞെടുക്കും. നമുക്കിങ്ങനെ സാരമില്ല സാരമില്ല പ്രമോട്ട് ചെയ്യും. The name of Jesus. Hallelujah. കർത്താവിന് മുഖപക്ഷമില്ലെന്ന് ചെകിടനെ കുരുടനെ കുഷ്ഠരോഗികളെ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കൂടെ. ദൈവത്തിന് മുഖപക്ഷമില്ല. നിന്നെ തന്നെ പ്രമോട്ട് ചെയ്യണമെന്ന് അത്ര താല്പര്യവുമില്ല. ഞാൻ കൃപ തോന്നുന്നവന് ഞാൻ കൃപ കൊടുക്കും. കരുണ കൊടുക്കേണ്ടവന് വേണ്ടി ഞാൻ കരുണ കൊടുക്കും. യേശുവിന്റെ നാമത്തിൽ ആരാണ് എന്റെ ദൈവം. ഒരിക്കലും ആ പരദീസ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പരദീസയാണ്. എരിയുന്ന വാളുമായി പെരുവുകളെ നിർത്തി ഇനി മനുഷ്യൻ അതിനടുത്തു. ആ സമയങ്ങളിൽ കർത്താവിന്റെ മരണത്തിന്റെ അപ്പുറം വരെ ഒരുത്തരും ആ പരദീസയിൽ പ്രവേശനമില്ല. കേറുന്നവരെ വാളുകൊണ്ട് തിരിയുന്ന വാളായിട്ട് നിൽക്കുന്ന കെരൂബുകളെ ദൈവം നിർത്തി. നിന്റെ പാപം കാരണം നിന്നോട് പറഞ്ഞത് നീ ചെയ്യാഞ്ഞത് കൊണ്ട് ഇനിമേൽ നിനക്ക് ഭൂമി നിനക്ക് വിളവ് തരത്തില്ല. പാമ്പിനോട് പറഞ്ഞു നീ ഉരസുകൊണ്ട് ഗമിക്കും. നീ എന്റെ സന്ധിയുടെ മേൽ നീ കുതികാലെ ചവിട്ടും. അവൻ നിന്റെ തലയെ തകർക്കും. അവയോട് പറഞ്ഞു നീ പ്രസവ വേദനയോട് കൂടി മക്കളെ എന്തുകൊണ്ടാണ് നിന്നെ കുടിപ്പിച്ച വസ്ത്രം തേജസ്സിലിരുന്നവന് മരണമില്ലായിരുന്നു, തേജസ്സിലിരുന്നവന് രോഗമില്ലായിരുന്നു, തേജസ്സിലിരുന്നവന് പട്ടിണിയില്ലായിരുന്നു, തേജസ്സിലിരുന്നവന് കടഭാരമില്ലായിരുന്നു. നിന്റെ കേറി വന്ന് നിന്റെ തേജസ് പോയത് കൊണ്ട് അന്നുള്ള 2 വയസ്സ് പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നൈൽ നദി വലിച്ചെറിഞ്ഞു. നൈൽ നദി വലിച്ചെറിഞ്ഞു. ജനറേഷൻ കൂടുക.
ഇനിയുള്ളത് സ്റ്റോപ്പ് ചെയ്തേക്കാൻ പറഞ്ഞു. ഇനി ഉള്ളതെല്ലാം സ്റ്റോപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഇനി അവർ നമ്മളെ ഭരിക്കും. മനസ്സിലായോ? ഇസ്രായേലിനെ ഭരിക്കാൻ പോയമാര് ആരാണെന്നും പറവൻ അറിയാൻ വ്യക്തമായിട്ട്. ഇതിന്റെ ജനറ്റിക്കേതാന്ന് അറിയാം. ദൈവത്തിന്റെ മക്കളാ. ഇവരെയൊക്കെ തോപ്പിക്കാനൊന്നും പറ്റത്തില്ല, പിടിച്ചിടാനേ പറ്റത്തുള്ളൂ. ഇന്നോ ഇന്നലെയോ 10 ദിവസമോ ഒക്കെ രോഗക്കിടത്തിയെ കിടത്തിയാലേ പിശാചിനെ കിടത്തിയെന്ന് വരും. പക്ഷെങ്കില് നിന്നെ സൃഷ്ടിച്ച ഊട്ടയവനറിയാം നിന്നെ പോകുമെന്ന്. നിന്റെ അടുത്ത് ദൂതനെ വിട്ട് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. മോശയെ ഇത്രയും പിള്ളേരും ശവങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. നിനക്കൊരു തട്ടകമുണ്ട നിന്നെ ഒഴുക്കിയെങ്കിൽ നിന്റെ മേലിൽ കിടക്കുന്ന വാഗ്ദത്തം എന്താണ്? നിന്റെ മേലിൽ കിടക്കുന്ന വാഗ്ദത്തം എന്താണ്? നിന്റെ മേലിൽ കിടക്കുന്ന നിന്റെ അമ്മയുടെ ഉദരത്തിന് മുമ്പേ, ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ സൃഷ്ടിച്ചത് നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. വാഗ്ദത്തം സാധാരണ വാഗ്ദത്തമല്ല, ഒരു രാജ്യത്തെ വെടിവെക്കുന്ന വാഗ്ദത്തം, ഒരു കുടുംബത്തെ വെടിവെക്കുന്ന വാഗ്ദത്തമല്ല, ഒരു രാജ്യത്തെ വെടിവെക്കുന്ന വാഗ്ദത്തമാണ് നിന്റെ മേലിൽ കിടക്കുന്നത്. അതുകൊണ്ട് മോശെ നിന്നെ ന്യായത്തിൽ മുക്കിക്കളയാനല്ല, കൊല്ലണമെന്ന് രണ്ട് കിങ്കരന്മാരെ വിട്ടാ മതി. മോശയുടെ വീട്ടിൽ അവന്റെ കഴുത്തറന്ന് കൊണ്ടുകളയും, അല്ലെങ്കിൽ നൈലിൽ വലിച്ചെറിയും. വാഗ്ദത്തമുള്ളവനെ ഒരു നൈലും മുക്കത്തില്ലെന്ന്. വാഗ്ദത്തമുള്ളവന്റെ മേളിൽ ഒരു നൈലും നിന്നെ മുക്കത്തില്ലെന്ന്. നീ മുങ്ങിപ്പോ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ മേലിൽ കിടക്കുന്ന വലിയ അനോട്ടിങ്ങാണ്, ഒരു അഭിഷേകമാണ് നിന്റെ മേലിൽ കിടക്കുന്നത്. ചെല്ലണ്ടടത്ത് മോശത്തിൽ വാക്ക് പറഞ്ഞ സ്ഥലത്ത് മോശ ചെല്ലണ്ടടത്ത് ആ സ്ഥലത്ത് തന്നെയും ആ സ്ഥലത്ത് എന്നപ്പോൾ ഫറവോന്റെ പുത്രി കുളിക്കാൻ വന്നിരിക്കുന്നു. ആസിമാരോട് വന്ന് പിടിച്ചെടുത്തു. ചെറിയൊരു വാഗ്ദത്തമാണോ എന്നൊരു സംശയം ആ കുട്ടിക്ക് ഒരു വാഗ്ദത്തം ഉള്ളവരായോണ്ട് അങ്ങനെ കയറി തുറന്നു നോക്കിയപ്പോ നല്ലൊരു മൈതൽ അവരെ കൊണ്ടുപോയി സ്ഥാനത്തിൽ കൊണ്ടുവന്നു. പുത്രി പറയുന്നത് ഇപ്പം തിരുമോട് എന്തെങ്കിലും പറഞ്ഞ ഞാൻ സമ്മതിക്കാനില്ല. അവളെന്റെ പുത്രിയല്ല. ഫറവോന് നമ്മള് പറയുന്നതിന് അപ്പുറമില്ല. എബ്രായാണേലും കുഴപ്പമില്ല, ഇസ്രായേലായാലും കുഴപ്പമില്ല. വളർത്തി വലുതാക്കി നല്ല യൗവനമായപ്പോ നിന്റെ മേലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നിന്റെ മേലൊരു വിളി ഉണ്ടെങ്കിൽ നിനക്കറിയാൻ പറ്റും നിന്റെ വിളി ഏതാണ്. നിന്റെ വിളി ഏതാണെന്ന് നിനക്കറിയാൻ പറ്റും. നീ എന്നും മിസ്രൈമിന്റെ രാജസ്ഥാനം മുങ്ങിച്ച് കിടക്കേണ്ടവനല്ല, ഒരു ജനതയെ വിടുവിക്കേണ്ടവനാ. അതുകൊണ്ട് അവൻ രണ്ട് മിസ്രൈമിൽ തമ്മിൽ അടിപിടിക്കുമ്പോൾ രണ്ടെണ്ണത്തിൽ കുഴിയിട്ടു. ഒറ്റ അടി അടിച്ച കുഴി തന്നെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് മൂടിക്കളഞ്ഞു. അങ്ങനെ നമുക്കറിയാമല്ലോ, ഇസ്രായേൽ പിന്നെ ഇവർ തമ്മിൽ അടിച്ചപ്പോൾ ഇസ്രായേൽ ചെന്ന് ഒരു മത്സരം ഓടി മരുഭൂമിയിലൂടെ തന്നെ മിത്രോ എന്ന് പറയുന്ന മഹാപുരോഹിതന്റെ വീട്ടിൽ അവന് 20-40 വർഷം, ഇവിടെ 40 വർഷം, 20 വർഷമാണ് മോശയുടെ ആയുസ് എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ വീട്ടിൽ 40 വർഷം, മരുഭൂമിയിൽ 40 വർഷം ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പലപ്പോഴും ഓടിക്കളയുവാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും അവൻ ബന്ധപ്പെട്ട് മരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ മരുഭൂമി യാത്ര താങ്ങാനുള്ളതല്ല. നിന്റെ ജീവിതത്തിൽ ഒരു മരുഭൂമിയുടെ യാത്രയിലാണോ? ആ യാത്ര നിനക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, നിന്റെ മരണത്തിലേക്ക് നയിക്കാൻ തുടങ്ങുന്നുണ്ടോ? ആ നിമിഷം നിന്റെ മരണത്തിന്റെ മരണധ്വനികൾ നിന്റെ മുമ്പിൽ ജ്വലിക്കുമ്പോ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരും. അത്
അത് തീയിലൂടെ മരുഭൂമി തീയിൽ ദൂതൻ കത്താൻ തുടങ്ങി. മോശെ എന്ന് തോന്നുന്ന സമയത്ത് നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിൽ നീ ആശ്രയിച്ചോ. ആ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ദൂരം നിന്ന് കത്തുമ്പോ ആ കത്തുന്ന തേജസ്സിന്റെ മുമ്പിൽ ദൈവം യഹോവ ഉണ്ടായിരുന്നു. യഹോവ വിളിച്ചു പറയുക, മോശേ മോശേ. പഠിച്ചു കളയണം. എന്താണെന്നറിയോ? 80 വർഷം നീ സഞ്ചരിച്ച നിന്റെ സ്വഭാവം അഴിച്ചു വെക്കണം. പെട്ടെന്ന് വരുന്ന നിന്റെ ദേഷ്യം, കലി, ഭാവമൊക്കെ ഇവിടെ അഴിച്ചു വെച്ചാലേ നിന്നെ ഞാൻ പ്രമോട്ട് ചെയ്യത്തുള്ളൂ. അടിച്ചു പോകുന്നത് ഞാൻ കണ്ടില്ലെന്ന് നീ ധരിക്കരുത്. ഇസ്രായേലിന്റെ മേൽ നിന്റെ ചാതുര്യം, ആയോധന വിദ്യ കലകളും ഉണ്ടായിരുന്നെന്നാണ് 40-80 വർഷത്തിന് മുമ്പ് ഈ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാക്ചാതുര്യമുള്ളവർ നമ്മൾ സംസാരിക്കുന്നവർ ആയോധന വിദ്യ സകല സൽപൂർണനായിരുന്നു. അതൊക്കെ ഇനി ഇവിടെ വേണ്ട. ഇനി വെറുപ്പുറപ്പുള്ള ഒരു ജാതിയുടെ അടുത്തോട്ടാണ് നിന്നെ വിടുന്നത്. മിസ്രൈമിൽ അത്ര വെറുപ്പെറുപ്പില്ല. നമ്മളെ പുറത്ത് കിടന്ന